السلام عليكم ورحمة الله تعالى وبركاته. الحمد لله وكفى وسلام على عباده الذين اصطفى ما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. അൽഹംദുലില്ലാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സർവ്വ അപരാധങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ഇനിയുള്ള കാലം അള്ളാഹുവിൻ്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എവിടെ വെച്ച് മരിച്ചാലും ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു ഷഹീദിനെ പോലെ മരിക്കാൻ കരുണക്കടലായ പടച്ചുറബ് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാർ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. ഒരു ദിനം പോലും മുടങ്ങാതെ മാസങ്ങളായിട്ട് ഈ ക്ലാസ് കൊണ്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാർ, അള്ളാഹു അവരുടെ അവസാന സമയം അള്ളാഹു നന്നാക്കി കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ഇന്ന് പഠിക്കുന്ന ഹദീസ് അൻ അബീ ഹുറൈറത റളിയല്ലാഹു തആല അൻഹു ഖാല ഇസ്തഖറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സിന്നൻ ഫഅഅത സിന്നൻ ഫൗഖഹു വഖാല ഖിയാറുകും മഹാസിനുകും ഖലാഅ. മഹാനായ സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു വിവരിക്കുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരൊട്ടകം കടം വാങ്ങി. കടം വീട്ടിയപ്പോൾ വാങ്ങിയതിനേക്കാളും വയസ്സു കൂടുതലുള്ള ഒട്ടകത്തെ മടക്കി കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളി, നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ കടം വീട്ടുന്നതിൽ വളരെ നല്ല നിലയിൽ വീട്ടുന്നവനാണ് എന്ന് മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, നമ്മളിൽ പലരും കടം വാങ്ങാറുണ്ട്. കടം വാങ്ങിക്കഴിഞ്ഞാൽ അധികം പേരും കൊടുക്കാറില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, എങ്കിൽ ആ കടം തന്ന് നിന്നെ സഹായിച്ച, നിനക്കൊരു പൈസയുടെ ആവശ്യം വന്നപ്പോൾ നിനക്കൊരു സഹായം ചെയ്തവൻ ആ സഹായം ചെയ്തവന് കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരല്പം കൂട്ടിക്കൊടുക്കുമായിരുന്നു. ഒരു ഒട്ടകത്തെ കടം വാങ്ങി തിരിച്ചു കൊടുത്തപ്പോൾ അതിനേക്കാളും വയസ്സുകൂടിയ നല്ല ഒരു ഒട്ടകത്തെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് തിരിച്ചു കൊടുത്തത് എന്ന ഹദീസുകൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അൻ അബ്ദുല്ലാഹി ഇബ്നു ജഅഫർ റളിയല്ലാഹു തആല അൻഹുമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാനല്ലാഹു മഅദ്ദാഇനി ഹത്താ യഖ്ലിയ ദൈനഹു മാ ലം യകുൻ ഫീമാ യക്റഹുല്ലാഹു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി അബ്ദുല്ലാഹി ഇബ്നു ജഅഫർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, കടത്തിൽ അകപ്പെട്ടവൻ തൻ്റെ കടം വീട്ടുവോളം അള്ളാഹു അവനോടൊപ്പമായിരിക്കും. ആ കടം അള്ളാഹു തആല വെറുക്കുന്ന കാര്യത്തിന് വേണ്ടി വാങ്ങാതിരിക്കുന്ന കാലത്തോളമെന്ന് മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മനുഷ്യന് കടം വാങ്ങി, ആ കടം വാങ്ങിയത് കള്ളുകുടിക്കാനല്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വൃത്തികെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയല്ല, അള്ളാഹു വെറുക്കുന്ന പാപം ചെയ്യുന്നതിന് വേണ്ടിയല്ല. പക്ഷേ കടം വാങ്ങിയത് എന്തെങ്കിലും അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യത്തിന് വേണ്ടി, ആ കാര്യം വാങ്ങാൻ പൈസയില്ലാതെ വന്നപ്പോൾ കടം വാങ്ങിയതാണ്. അങ്ങനെയുള്ള ആ മനുഷ്യൻ ആ കടം അവന് വീട്ടണമെന്ന ആഗ്രഹമുണ്ട്. ആ മനുഷ്യൻ ആ കടത്തിൽ അകപ്പെട്ടതിൽ പ്രയാസത്തില, അവൻ വീട്ടുവോളം അള്ളാഹു സുബ്ഹാനഹു വ തആല അവനോടൊപ്പം ഉണ്ടായിരിക്കും. അവന് സഹായങ്ങൾ അള്ളാഹു നൽകുമെന്ന് മഹാനായി നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കടം വാങ്ങാൻ ഒരുപാട് കരഞ്ഞും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞും ഓരോ മനുഷ്യനിൽ നിന്ന് പറ്റിച്ച് കടം വാങ്ങാറുണ്ട്, പക്ഷേ കൊടുക്കാറില്ല. കടം വാങ്ങി കൊടുത്തവനാണ് പിന്നെ കിട്ടുന്നതിന് വേണ്ടി അവൻ്റെ പുറകിൽ ഇങ്ങനെ നടക്കുന്ന അവസ്ഥ. എത്ര ചോദിച്ചാലും കൊടുക്കാതെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് വല്ലാതെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കുക. കൊടുത്തതിൻ്റെ പേരിലായി ഇന്ന് അധികം പേരും കണ്ണീര് കുടിക്കുന്നത്, പ്രയാസപ്പെടുന്നത്. വാങ്ങിയവൻ അതിനെക്കുറിച്ചൊരു ചിന്തയുമില്ല. പക്ഷേ അതിലൂടെ നിന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോകുന്ന കാര്യം നിങ്ങളും ഓർക്കേണ്ടതുണ്ട്. അള്ളാഹു കടക്കാരായി മരിക്കുന്നവരെ തൊട്ട് കാത്തുരക്ഷിക്കുമാറാകട്ടെ. കാരണം ഷഹീദായാൽ പോലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ കടക്കാൻ കഴിയില്ല. ഷഹീദാണെങ്കിൽ പോലും എത്ര വലിയ പ്രതിഫലമുള്ള മനുഷ്യനാണെങ്കിലും, ഹജ്ജ് ചെയ്തവനാണെങ്കിലും, ഉംറ ചെയ്തവനാണെങ്കിലും, എത്ര വലിയ മഹാനാണെങ്കിലും, ഹാഫിളോ ആലിമോ സയ്യിദോ വലിയോ ആരുമാകട്ടെ, കടക്കാരനായി മരണപ്പെട്ടു കഴിഞ്ഞാൽ അവൻ അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ ഒരിക്കലും കടക്കില്ല. ആ കടം വീട്ടാതെ സ്വർഗത്തിൽ കടക്കാൻ കഴിയില്ല എന്ന് എത്രയോ ഹദീസുകൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൻ അബ്ദുല്ലാഹി ഇബ്നു അബീ റബീഅത റളിയല്ലാഹു തആല അൻഹു
قال استقر الله مني النبي صلى الله عليه وسلم 40,000 فجاءه مال ودفعه إلى وقال بارك الله لكما بارك الله لك في أهلك ومالك إنما جزاء السلف الحمد والأداء. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു റബീ റളിയല്ലാഹു തആല അൻഹു വിവരിക്കുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് 40,000 കടം വാങ്ങിച്ചു. പിന്നീട് നബിയുടെ അടുക്കൽ പണം വന്നു ചേർന്നപ്പോൾ തങ്ങൾ ആ കടം എനിക്ക് മടക്കി തരികയും കൂട്ടത്തിൽ അള്ളാഹു നിങ്ങളുടെ കുടുംബത്തിലും മുതലിലും ബർക്കത്ത് ചെയ്യട്ടെ എന്ന് ദുആ ഇരക്കുകയും ചെയ്തു. തുടർന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളി, കടം നൽകിയതിൻ്റെ പ്രത്യുപകാരം അത് മടക്കി കൊടുക്കലും കടം തന്നവന് വേണ്ടി സ്തുതിക്കലും നന്ദി രേഖപ്പെടുത്തലുമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 40,000 ദിർഹം കടം വാങ്ങിയിട്ട് പ്രവാചകൻ അത് തിരിച്ചു കൊടുക്കുന്ന സമയം അത് കൊടുത്തിട്ട് ആ മനുഷ്യന് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹുവെ ആ മനുഷ്യന് ഖൈറും ബർക്കത്തും നൽകണേ എന്ന് ദുആ ചെയ്ത് ആ മനുഷ്യനെ സന്തോഷിപ്പിക്കുന്ന രീതിയിലാണ് അത് തിരിച്ചു കൊടുത്തത് എന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തരികയാ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ ചിന്തിച്ചു നോക്ക്, നമ്മളിൽ എത്ര പേരാ ദുആ ചെയ്യുന്നത്? കടം തന്നവൻ നമുക്കൊരു പൈസയുടെ ആവശ്യം വന്നപ്പോൾ നമ്മളെ സഹായിച്ചവൻ, ആ സഹായിച്ചവന് തിരിച്ചു കൊടുക്കുമ്പോൾ ദുആ ചോദിച്ചതിൻ്റെ പേരിൽ, കൊടുക്കേണ്ട സമയം കഴിഞ്ഞു കൊടുക്കാത്തതിൻ്റെ പേരിൽ ചോദിച്ചു, അതിൻ്റെ പേരിൽ ദേഷ്യത്തോടുകൂടി എൻ്റെ പ്രിയപ്പെട്ടവരെ കൊടുക്കുന്നവരാണ് അധികം പേരും. ഒരു ദുആ പോലും നമ്മളിൽ അധികം പേരും ചെയ്യാറില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങൾ ദുആ ചെയ്യണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബി മൂസ അശ്അരി റളിയല്ലാഹു തആല അൻഹു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാല ഇദാ അഅലമ الذنوب عند الله أن يلقاه بها عبد بعد القبائل التي نهى الله عنها أن يموت رجل وعليه دين لا يدع له قضاء. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു, അല്ലാഹു തആല ശക്തമായി നിരോധിച്ച ശിർക്ക്, വ്യഭിചാരം മുതലായ പാപങ്ങൾ കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ അല്ലാഹുവിനെ കണ്ടുമുട്ടുന്ന പാപങ്ങളിൽ അല്ലാഹുവിങ്കിൽ ഏറ്റവും വലിയ പാപം ഒരാൾ അയാളുടെ മേൽ കടമുണ്ടായിരിക്കുകയും അത് വീട്ടാനുള്ള ഏർപ്പാടുകളൊന്നും ചെയ്യാതെ മരണപ്പെട്ടു പോകുകയും ചെയ്യലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിൻ്റെ മുന്നിൽ ചെല്ലുമ്പോൾ വലിയ പാപങ്ങളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്ന ഒരു പാപമാണ് ഏത് പാപം? വ്യഭിചാരവും മറ്റുള്ള പാപങ്ങൾ പോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരാൾക്ക് കടമുണ്ടായിരുന്നു. ആ കടം കൊടുക്കാൻ പറയുകയോ അല്ലെങ്കിൽ വീട്ടാനുള്ള ഏർപ്പാടുകൾ ചെയ്യുകയോ ഒന്നും ചെയ്യാതെ മരണപ്പെട്ടു പോയവൻ നാളെ റബ്ബിൻ്റെ മുന്നിൽ ചെല്ലുമ്പോൾ അവനെ വലിയ പാപിയായിട്ടാണ് അവനെ കാണപ്പെടുന്നത് എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളും ഓരോ മുഅ്മിനീങ്ങളോട്, കടമുള്ളവർ അത് കുടുംബക്കാരോട് പറയുക, അത് എഴുതി വെക്കുക, അത് വീട്ടാനുള്ള വഴികൾ എന്താണെന്ന് എന്തെങ്കിലും കാര്യങ്ങൾ തയ്യാറെടുപ്പുകൾ ചെയ്തു വെക്കുക. അവരോട് അന്ന് കഴിഞ്ഞ് കടം വാങ്ങിയിട്ട് കൊടുക്കുന്ന സമയത്ത് അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്യുക, ഒരൽപ്പം കൂട്ടിക്കൊടുക്കുക. ഇതെല്ലാം നല്ല ഗുണങ്ങളിൽ പെട്ടതാണ്. അള്ളാഹു ചെയ്യാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കടക്കാരായി മരണപ്പെട്ടു പോകുന്നവരെ തൊട്ട് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരുപാട് സഹോദരങ്ങൾ, സഹോദരിമാർ അള്ളാഹുവേ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. അവരുടെ പ്രയാസങ്ങൾ നീ മാറ്റണേ റഹ്മാനെ. സമാധാനം നൽകണേ തമ്പുരാനെ. സന്തോഷമുള്ള ജീവിതം നൽകണേ റഹ്മാനെ. അള്ളാഹുവേ, വല്ലാതെ രോഗികളായി കഴിയുന്നവർക്ക് നീ ശിഫാ നൽകണേ പടച്ചവനെ. അള്ളാഹുവേ, ഭർത്താവിൻ്റെ ഭാഗത്ത് നിന്ന് വളരെ പീഡനങ്ങൾ സഹിക്കാൻ കഴിയാതെ ഒരുപാട് സഹോദരിമാർ കരയുന്നുണ്ട് പടച്ചവനെ. അവരുടെ ഭർത്താക്കന്മാരെ നീ നന്നാക്കി കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവേ, രോഗികൾക്ക് ശിഫാ നൽകണേ തമ്പുരാനെ. കഷ്ടപ്പാടുകൾ, വീടില്ലാത്തവർ, കടം കൊണ്ട് പ്രയാസപ്പെടുന്ന എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവേ, ഈമാനുള്ള മരണം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണേ തമ്പുരാനെ. ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് ഹൗലുൽ കൗസറിലെ വെള്ളം കുടിക്കാനുള്ള ഭാഗ്യം നൽകണേ തമ്പുരാനെ. അള്ളാഹുവേ, ഒന്നും പ്രതീക്ഷിക്കാതെ അള്ളാഹുവേ മാസങ്ങളായിട്ട് ഈ ക്ലാസ് ജനങ്ങളിൽ എത്തിക്കുന്ന ചെറുപ്പക്കാർ, അവർക്ക് നീ സ്വർഗ്ഗം നൽകണേ തമ്പുരാനെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, മുഅ്മിനീങ്ങൾ എല്ലാവരുടെ ദുആയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും മറക്കാതെ ഉൾപ്പെടുത്തണം. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.